ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ പോസിബിൾ വാല്യൂസ് x1, x2, എക്സെട്ര xnഉം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റീസ് p1, p2, എക്സെട്ര pnഉം ആണെങ്കിൽ അതിൻ്റെ മീൻ ഓർ എക്സ്പെക്റ്റേഷൻ കാണാനുള്ള ഫോർമുലയാണ് ആദ്യം ഓർക്കേണ്ടത്. എക്സ്പെക്റ്റേഷൻ ഓഫ് x ഓർ മ്യൂ ഇസ് ഈക്വൽ ടു x1 p1, അതായത് പോസിബിൾ വാല്യൂ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ x2 p2 എക്സെട്ര xn pn, ദാറ്റ് ഈസ് സിഗ്മ i is equal to 1 to n xi pi. ഇതാണ് എക്സ്പെക്റ്റേഷൻ ഓർ മീൻ ഓഫ് എ റാൻഡം വേരിയബിൾ, ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ കാണാനുള്ള ഫോർമുല. ഇനി ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി ലീനിയാരിറ്റി പ്രോപ്പർട്ടി. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഓഫ് എക്സ്പെക്റ്റേഷൻ എന്ന് ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ചോദിക്കാം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ഫോർ കോൺസ്റ്റൻസ് എ ആൻഡ് ബി, എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എക്സ്, എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് ബി. അതിൻ്റെ പ്രൂഫ് നോക്കാം. Let x be a discrete random variable which take values x1, x2, etc. xn or xi with corresponding probability pi. So expectation of ax plus b equal to expectation of x കണ്ടുപിടിക്കാൻ പോസിബിൾ വാല്യൂ ഇൻറ്റു ദ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ആണ്. അപ്പോൾ ഇവിടെ ax പ്ലസ് ബി ആയതുകൊണ്ട് ഇവിടെ axi പ്ലസ് ബി ഇൻറ്റു പി ഐ. ദെൻ സമ്മേഷൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. അതിൽ എ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എ പുറത്തെടുക്കാം. സിഗ്മ xi പി ഐ പ്ലസ് ബി ഇൻറ്റു സിഗ്മ പി ഐ. എല്ലാ പ്രോബബിലിറ്റീസും നമ്മൾ ആഡ് ചെയ്താൽ ആൻസർ 1 ആണ്. ഇത് നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാണാനുള്ള ഫോർമുലയും. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു 1. So the linearity property is expectation of ax plus b equal to a into expectation of x plus b. Next we can see the concept variance. വേരിയൻസ് നിങ്ങൾക്ക് കാണാൻ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വേരിയൻസ് എന്ന് പറയുന്നത് മീൻ ഓഫ് ഡീവിയേഷൻ, സ്ക്വയർ ഓഫ് ഇറ്റ്സ് ഡീവിയേഷൻ ഫ്രം മീൻ. അതാണ് വേരിയൻസ് കാണാനുള്ള ഫോർമുല. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് വേരിയേഷൻ ഓഫ് വാല്യൂസ് ഫ്രം മീൻ, അതാണ് എക്സ് മൈനസ് മ്യൂ. അതിൻ്റെ സ്ക്വയറിൻ്റെ മീനാണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ. ഇതാണ് വേരിയൻസ് കാണാനുള്ള ഫോർമുല. ഇനി അത് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ വേരിയൻസ് കാണാൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ആയിരിക്കില്ല ഫോർമുല നമ്മൾ കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അത് പ്രൂവ് ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന, പ്രോബ്ലം ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫോർമുല. ഇത് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം മ്യൂ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. സോ വേരിയൻസ് ഓഫ് എക്സ് കാണാനുള്ള ഫോർമുല എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയറിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2 മ്യൂ എക്സ് പ്ലസ് മ്യൂ സ്ക്വയർ. ദെൻ അപ്ലൈ ദ ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഓഫ് എക്സ്പെക്റ്റേഷൻ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയറിന് വരാം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2 മ്യൂ എക്സ് പ്ലസ് മ്യൂ സ്ക്വയർ എന്ന് കൊടുക്കാം. ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2 മ്യൂ കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് മ്യൂ സ്ക്വയർ. അതിൽ മ്യൂ സ്ക്വയർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് 1 എന്നാവും. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇവിടെ ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിന് വരെ മ്യൂ എന്ന് കൊടുക്കുക. അപ്പോൾ അവിടെ മൈനസ് 2 മ്യൂ സ്ക്വയർ എന്നാവും. പ്ലസ് ഇത് മ്യൂ സ്ക്വയർ ഇൻറ്റു 1ൻ്റെ എക്സ്പെക്റ്റേഷൻ 1 തന്നെയാണ്. സോ മ്യൂ സ്ക്വയർ. അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയർ. മ്യൂ സ്ക്വയർ മീൻസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. സോ ദ ഫോർമുല ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇതാണ് വേരിയൻസ് കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല. ഇത് അടുത്ത വേരിയൻസിൻ്റെ തന്നെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഉണ്ട്. വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്. ഈ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം തന്നെ വേരിയൻസ് ഓഫ് എക്സിൻ്റെ ഫോർമുല എഴുതുക. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ. സോ വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി ആകുമ്പോൾ
എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന് പകരം എ എക്സ് പ്ലസ് ബി മൈനസ് മ്യൂ. മ്യൂ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. സോ എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബിക്ക് പകരം എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് ബി എന്ന് കൊടുക്കാം. അപ്പോൾ എ എക്സ് പ്ലസ് ബി മൈനസ് ഇത് ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞത്, അതായത് എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് ബി ഇവിടെ കൊടുത്താൽ ഈ ബി ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി രണ്ട് ടേമിൽ നിന്നും എ കോമൺ എടുക്കാം. എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എ ഇതിൻ്റെ സ്ക്വയർ ആണല്ലോ നമുക്ക് വേണ്ട, ഈ ടേമിൻ്റെ സ്ക്വയർ ആണ്. എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ആണ് നമുക്ക് വേണ്ട. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എഴുതണം, അതായത് എ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ വീണ്ടും പുറത്ത് വന്ന് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ, ദാറ്റ് വിൽ ബി ദ വേരിയൻസ് ഓഫ് എക്സ്. Formula of finding variance of x. So variance of ax plus b equal to a square into variance of x. അപ്പോൾ നമുക്ക് ഇത്രയും ആണ് നമ്മൾ ഇന്ന് കണ്ട പ്രോപ്പർട്ടീസ്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം ഇനി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർ എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എക്സ് ഹൂസ് പി എം എഫ് ഈസ് എക്സ് പി ഓഫ് എക്സ് 0 വിത്ത് പ്രോബിലിറ്റി കെ, 1 വിത്ത് പ്രോബിലിറ്റി 2k, 2 വിത്ത് പ്രോബിലിറ്റി 3k, 3 വിത്ത് പ്രോബിലിറ്റി 4k. ഫൈൻഡ് കെ എന്നുള്ള ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ പോലും കെ കണ്ടുപിടിച്ചിട്ടേ ബാക്കി കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആൻഡ് വേരിയൻസ് ഓഫ് എക്സ്. നമുക്കറിയാം കെ കണ്ടുപിടിക്കാൻ സം ഓഫ് പ്രോബിലിറ്റീസ് വിൽ ബി ഓൾവേസ് 1. ഫോർ എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ സം ഓഫ് പ്രോബിലിറ്റീസ് വിൽ ബി ഓൾവേസ് 1. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ കെ പ്ലസ് 2k പ്ലസ് 3k പ്ലസ് 4k ഈക്വൽ ടു 1, ദാറ്റ് ഈസ് 10k ഈക്വൽ ടു 1 ആൻഡ് k ഈക്വൽ ടു 1/10. അപ്പോൾ നമ്മുടെ പി എം എഫ് ഇങ്ങനെയായി മാറും. ഇനി എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കാൻ വാല്യൂ എടുക്കുക, കറസ്പോണ്ടിങ് പ്രോബിലിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. 0 ഇൻറ്റു 1/10 പ്ലസ് 1 ഇൻറ്റു 2/10 പ്ലസ് 2 ഇൻറ്റു 3/10 പ്ലസ് 3 ഇൻറ്റു 4/10. അങ്ങനെ വാല്യൂ 2 കിട്ടി. ആൻഡ് അടുത്ത വേരിയൻസ് കണ്ടുപിടിക്കാൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് പോവാം, അതായത് സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ്. കറസ്പോണ്ടിങ് വാല്യൂസിനെ സ്ക്വയർ ചെയ്യുക, ദെൻ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 0 സ്ക്വയർ ഇൻറ്റു 1/10 ആവും, 1 സ്ക്വയർ ഇൻറ്റു 2/10, 2 സ്ക്വയർ ഇൻറ്റു 3/10 ആൻഡ് 3 സ്ക്വയർ ഇൻറ്റു 4/10 ആഡ് ചെയ്തെടുക്കുക, ദാറ്റ് ഈസ് 5. നമുക്കിനി വേരിയൻസ് കാണേണ്ട ഫോർമുല അപ്ലൈ ചെയ്ത് കൊടുക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. സോ ദ വാല്യൂ വിൽ ബി 1. ഇതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനാണ് ചോദ്യം ചോദിക്കണമെങ്കിൽ റൂട്ട് ഓഫ് വേരിയൻസ് എഴുതിയാൽ മതി, ദാറ്റ് ഈസ് ഓൾസോ 1. അടുത്തൊരു ചോദ്യം കൂടെ നോക്കാം. നമ്മുടെ കയ്യിൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് വേരിയൻസും കണ്ടുപിടിക്കണം. എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കാൻ കറസ്പോണ്ടിങ് വാല്യൂസ് എടുക്കുക, -1 പ്രോബിലിറ്റി എടുക്കുക, 0.2 മൾട്ടിപ്ലൈ ചെയ്യുക, 0.1 മൾട്ടിപ്ലൈ ചെയ്യുക, 1.5, 2 ഇൻറ്റു 0.2 ആഡ് ചെയ്തെടുക്കുക, ദാറ്റ് വിൽ ബി 0.7. വേരിയൻസ് കണ്ടുപിടിക്കാൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയറും കൂടെ വേണം, അതായത് ഈ വാല്യൂസിൻ്റെ കറസ്പോണ്ടിങ് സ്ക്വയർ ചെയ്യുക, ദെൻ അതിൻ്റെ പ്രോബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക, ദാറ്റ് വിൽ ബി ദ ആൻസർ 1.5. ആൻഡ് വേരിയൻസ് ഓഫ് എക്സ് വിൽ ബി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സിൻ്റെ സ്ക്വയർ. So the value will be 1.01 and the standard deviation will be the root of the variance, that is root 1.01. അപ്പോൾ നമുക്കിനി കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഈ ക്വസ്റ്റ്യനൊക്കെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തൊട്ട് നോക്കാം. A die is biased so that the faces 1 to 5 are equally likely. Biased means നമ്മളിപ്പോൾ 6 എന്നുള്ള ഫേസ് പെട്ടെന്ന് കിട്ടാൻ ഒരു കൃത്രിമം കാണിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. ബയാസ്ഡ് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടിനെ യാതൊരു വിധത്തിനും സ്വാധീനിക്കാത്തതാണ് അൺബയാസ്ഡ് ഡൈ. അപ്പോൾ 1 മുതൽ 6 വരെ ഏത് കിട്ടാനും ഈക്വൽ പ്രോബിലിറ്റി ആയിരിക്കും. പക്ഷേ ഇവിടെ 1 to 5 കിട്ടാൻ ഈക്വൽ പ്രോബിലിറ്റിയാണ്, പക്ഷേ 6 എന്നുള്ള നമ്പർ കിട്ടാൻ പ്രോബിലിറ്റി വ്യത്യാസമുണ്ട്. ആ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1 to 5 കിട്ടുന്നതിന് ഇരട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വൈൽ phase 6 is twice as likely as any other. A game involves tossing this die.
if the outcome is an odd number, you win 10, otherwise you will lose 10. What is the expected amount you win or lose per game? നമുക്ക് expectation of amount win or game ആണ് നമുക്ക് വേണ്ടത്. സോ റാൻഡം വേരിയബിളും എക്സ് ഡിഫൈൻ ചെയ്യുക, എമൗണ്ട് വി വിൽ വിൻ ഓർ ലോസ് പെർ ഗെയിം, അതാണ് നമ്മുടെ എക്സ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഒന്നുകിൽ 10 രൂപ ഗെയിൻ ചെയ്യും, അല്ലെങ്കിൽ 10 രൂപ നഷ്ടപ്പെടും. സോ എക്സ് വിൽ ബി ദ വാല്യൂ ഓഫ് എക്സ് വിൽ ബി 10 ഓർ -10. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എഴുതാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ ഫേസ് 1 to 5 ഈസ് ഈക്വൽ ടു ട്വൈസ് ദി പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 6 എന്നാണ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഫേസ് 6 ഈസ് ട്വൈസ് ദി പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 to 5 ആണ്. സോ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 to 5നെ കെ എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ എഴുതാം. 1 കിട്ടാനുള്ള പ്രോബിലിറ്റി കെ, 2 കിട്ടാനുള്ള പ്രോബിലിറ്റി കെ, അങ്ങനെ 5 വരെ കിട്ടാനുള്ള പ്രോബിലിറ്റി കെ ആണ്. പക്ഷേ 6 കിട്ടാനുള്ള പ്രോബിലിറ്റി ഇവരുടെ ഇരട്ടിയാണ്, ദാറ്റ് ഈസ് 2k. അതിൽ നിന്ന് കെ കണ്ടുപിടിക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് സം ഓഫ് പ്രോബിലിറ്റീസ് ആഡ് ചെയ്താൽ ആൻസർ 1 ആണെന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യാം. സോ കെ ഈക്വൽ ടു 1/7. നമുക്കിനി വേണ്ടത് വൈ എന്നുള്ള ഒരു റാൻഡം വേരിയബിൾ, അതായത് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു എമൗണ്ട് നമ്മൾ വിൻ ഓർ ലോസ് എത്ര എന്നാണ് ചോദ്യം. സോ വൈ ടേക്സ് വാല്യൂസ് 10 ഓർ -10. അതിൽ 10 കിട്ടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഓഡ് നമ്പർ കിട്ടുമ്പോഴാണ്, അതായത് 1, 3, 5 ആണ്. അപ്പോൾ 1/7 + 1/7 + 1/7 ദാറ്റ് ഈസ് 3/7. ഇനി -10 കിട്ടുന്നത് ഈവൻ നമ്പേഴ്സ് കിട്ടുമ്പോഴാണ്. അതിൽ 2 കിട്ടാനുള്ള പ്രോബിലിറ്റി 1/7, 4 കിട്ടാനുള്ള പ്രോബിലിറ്റി 1/7, 6 കിട്ടാനുള്ള പ്രോബിലിറ്റി 2/7 ആണ്. സോ 4/7 എന്ന് ആൻസർ ആയിട്ട്. സോ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് കാണേണ്ടത് എക്സ്പെക്റ്റേഷനാണ്. ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കാൻ വാല്യൂ എടുക്കുക, കറസ്പോണ്ടിങ് പ്രോബിലിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദ വാല്യൂ വിൽ ബി -10/7. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഗെയിം കളിച്ചാൽ 10/7 റുപ്പീസ് ലോസ് ആവുമെന്നാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ, ഈ ഒരു പ്രോബിലിറ്റി വെച്ചിട്ട്. അടുത്തൊരു ചോദ്യം നോക്കാം. എ ഫേം ഹാസ് എ സർവീസ് കോൺട്രാക്ട് ഓൺ ഇറ്റ്സ് കോപ്പിയർ. ദ ഫേം പേയ്സ് എ ഫ്ലാറ്റ് റേറ്റ് ഓഫ് 250 rupees ഈച്ച് മന്ത് പ്ലസ് 50. 250 രൂപ ഓരോ മാസവും കൊടുക്കുകയും വേണം. എന്നിട്ട് 50 രൂപ ഓരോ കോപ്പിയറിനും കൊടുക്കുകയും വേണം. 250 പ്ലസ് 50 ഇൻറ്റു ഇപ്പോൾ എക്സ് കോപ്പിയർ ഉണ്ടെങ്കിൽ 50 ഇൻറ്റു എക്സ് എന്നായിരിക്കും നമ്മുടെ ഫേം കൊടുക്കാനുള്ള രൂപ ഫോർ ഈച്ച് സർവീസ് വിസിറ്റ്. ലെറ്റ് എക്സ് ഡിനോട്ട് ദി നമ്പർ ഓഫ് റിപ്പയേഴ്സ് ഡ്യൂറിങ് എ മന്ത്. ഫ്രം എക്സ്പീരിയൻസ് ദ ഫേം നോസ് ദാറ്റ് ദ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ഈസ് തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് സർവീസ് കോസ്റ്റ് 300 രൂപയേക്കാളും കൂടുന്നത് എന്നുള്ള പ്രോബിലിറ്റി എത്ര, പിന്നെ ആവറേജ് സർവീസ് കോസ്റ്റ്. ആവറേജ് കാണാൻ പറഞ്ഞാൽ എക്സ്പെക്റ്റേഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ കോസ്റ്റ് പെർ മന്ത് സി ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട് 250 പ്ലസ് ഓരോ സർവീസിനും എക്സ്. ഓരോ സർവീസ് എത്ര സർവീസാണോ എക്സ് സർവീസാണ് എടുത്തതെങ്കിൽ അതിനെ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓരോ വിസിറ്റിനും 50 രൂപയാണ് അല്ലേ, ഈച്ച് മന്ത് പ്ലസ് 50 ഫോർ ഈച്ച് സർവീസ് വിസിറ്റ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബിലിറ്റി ഓഫ് സി ഗ്രേറ്റർ ദാൻ 300. 300-നേക്കാളും കൂടിയ എമൗണ്ട് ആവുന്നത് എപ്പോഴെന്നാണ്. ദാറ്റ് ഈസ് 250 + 50x ഗ്രേറ്റർ ദാൻ 300. അതിൽ എക്സ് ഉള്ള ടേം ഒരു സൈഡും 250 അപ്പുറത്ത് കൊണ്ടുപോയാൽ അതവിടെ 50 ആവും. സോ എക്സ് ഗ്രേറ്റർ ദാൻ 1. ഇവിടെ എക്സിൻ്റെ വാല്യൂ 1-നേക്കാൾ കൂടുന്നത് ഇതെടുക്കാൻ പാടില്ല, 2ഉം 3ക്കും ആണ്. So 0.15 plus 0.05 will be the probability, that is 0.20. അതുപോലെ ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ എക്സ്പെക്റ്റേഷൻ ഓഫ് സി, അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് 50x + 250, നമ്മൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ 50 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് 250. അപ്പോൾ ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാം. അത് 0 ഇൻറ്റു 0.5 0 ആയി, 1 ഇൻറ്റു 0.3 പ്ലസ് 2 ഇൻറ്റു 0.15 പ്ലസ് 3 ഇൻറ്റു 0.05 ആണ്. അത് ആഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ആൻസർ 287
0.50 എന്ന് കിട്ടും. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ എക്സ്പെരിമെൻ്റ് ഓഫ് ടോസിങ് എ പെയർ ഓഫ് ഫെയർ ഡൈ ആൻഡ് ലെറ്റ് എക്സ് ഡിനോട്ട് ദ മിനിമം ഓഫ് ദി നമ്പർ ഷോൺ. 2 ഡൈ എടുക്കുക, അതിൽ ഏറ്റവും മിനിമം നമ്പർ ഏതാണോ അതാണ് എക്സ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന വാല്യൂ 2 ഡൈയും കാണിക്കുന്ന നമ്പറുകളിൽ ഏറ്റവും ചെറുതാണ്. അപ്പോൾ 1 കിട്ടാൻ ചാൻസ് ഉണ്ട്, 2, 3, 4, 5, 6 വരെ. അതായത് 6 വന്നാൽ 6 ആയിരിക്കും മിനിമം എടുക്കേണ്ടത്. അപ്പോൾ ഇനി ഡിസ്ട്രിബ്യൂഷൻ എഴുതുകയും വേണം, എക്സ്പെക്റ്റേഷനും വേരിയൻസും കണ്ടുപിടിക്കുകയും വേണം. സോ ഡിസ്ട്രിബ്യൂഷൻ എഴുതാൻ ഇവരുടെ പ്രോബിലിറ്റി വേണം, പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ മിനിമം 1 ആകുന്ന ചാൻസസ് എഴുതുക. അതിന് 1 കിട്ടിയാൽ മിനിമം 1 ആണ്, 1, 2, 1, 3 അങ്ങനെ എഴുതിയാൽ 11 പേർക്ക് മിനിമം 1 ആയിരിക്കും. സോ 11/36. അതുപോലെ എക്സ് ഈക്വൽ ടു 2 എഴുതുക, ആലോചിച്ചിട്ട് എഴുതുക, ഏറ്റവും മിനിമം 2 കിട്ടുന്നത് എഴുതുക. അതുപോലെ 3 എഴുതുക, 4ഉം 5, 6ഉം എഴുതി കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ആവും. ദെൻ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കാൻ വാല്യൂ എടുക്കുക, കറസ്പോണ്ടിങ് പ്രോബിലിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തെടുക്കുക. ദെൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാം. ദെൻ വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇവിടെ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ടിരുന്ന് ചെയ്യാം. അടുത്ത ചോദ്യം ഇതാണ്, ഇഫ് എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ വിത്ത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു 1, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഈക്വൽ ടു 4, കാൽക്കുലേറ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് 2x മൈനസ് 3 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ആദ്യം എടുത്തെഴുതാം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1, അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ആണ് തന്നിട്ടുള്ളത്. അവിടെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആവും, ഈക്വൽ ടു 4. അതിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട് 1 എന്ന്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആയി. ഇനി നമുക്ക് വേണ്ടത് എക്സ്പെക്റ്റേഷൻ ഓഫ് 2x മൈനസ് 3 ദ ഹോൾ സ്ക്വയർ. അവിടെ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ വരുന്നുണ്ടാവും, അവിടെ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ വാല്യൂ വിൽ ബി 70. ബാക്കി അടുത്ത വീഡിയോയിലിടാം. ഓക്കെ, താങ്ക് യു.